ഈ സാഹിത്യ കലാകാരൻ ഉണ്ണികൃഷ്ണൻ അവർ ഈ ചടങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്ത പ്രശസ്തനായ ഗാന രചയിതാവൻ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എം ഡി രാജേന്ദ്രൻ മാസ്റ്റർ, അതുപോലെ പ്രബന്ധാവതരിപ്പിക്കുന്ന മണികുമാർ, സ്വാഗതാശംസിച്ച രാജലക്ഷ്മി ചേച്ചി, നന്ദി പ്രകാശിപ്പിക്കുന്ന അപർണ, എല്ലാറ്റിലും ഉപരി എൻ്റെ ഗുരുനാഥ സരസ്വതി ടീച്ചർ, പിന്നെ ഓരോരുത്തരുടെയും പേര് ഞാൻ പറയുന്നില്ല. അവിടെ ഗാന ആരാധന നടത്തുന്നവർ, അതുപോലെ തന്നെ വേദിയിലെയും സദസ്സിലെയും വിശിഷ്ടം. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രബന്ധത്തിൻ്റെ ആവശ്യമില്ല. കാരണം രാജേന്ദ്ര മാഷ് പ്രബന്ധം തന്നെ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. കാരണം നമുക്കൊന്നും പറയാൻ ഉള്ള ഒരു ശൂന്യതയില്ല. ഞാൻ യൂസഫ് അലി സാറിനെ കുറിച്ച് പറയാനുള്ള ഒരു പാണ്ഡിത്യപരമായൊരു അറിവൊന്നും എനിക്കില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകളും ചില പഠനങ്ങളും നിരീക്ഷണങ്ങളും മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്, നിങ്ങളനുസരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ രാജേന്ദ്ര മാഷ്, ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തന്നെ രാജേന്ദ്ര മാഷോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും വിഡിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധനം കൊടുക്കുക എന്ന് പറഞ്ഞത്. കാരണം ആദ്യം തൊട്ട് തുടങ്ങുക എന്ന് പറയുന്നുണ്ടല്ലോ, രാജേന്ദ്ര മാഷും അങ്ങനെ തുടങ്ങി വയലാറ് തൊട്ട് തുടങ്ങുന്നു. വയലാറ് നമുക്കെല്ലാം കാവ്യരൂപത്തിലും ഗാനരൂപത്തിലും സമ്മാനിച്ചത് സംസ്കൃതം കലർന്നുള്ള പദങ്ങളായിരുന്നുവെങ്കിൽ YB സാർ നമുക്ക് സമ്മാനിച്ചത് പദാനുപദം ചേർത്ത് വെച്ച മലയാളമായിരുന്നു. എന്നാൽ ഭാസ്കരൻ മാഷ് തികച്ചും വ്യത്യസ്തമായി തനി മലയാളീകരണം നമുക്ക് ഗാനത്തിൽ കൂടി കവിതയിൽ കൂടിയും കാട്ടിയിട്ടുണ്ട്. എന്നാലിപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്മരിക്കുന്ന യൂസഫ് അലി സാറ് മലയാളത്തിലും സംസ്കൃതത്തിലും വെവ്വേറെ പാട്ടുകൾ എഴുതി. എനിക്ക് തോന്നുന്ന സംസ്കൃതത്തിൽ ഗാനങ്ങൾ രചിച്ച ലോകത്തിൽ തന്നെ സംസ്കൃത മൂലത്തിൽ സിനിമാ ഗാനങ്ങൾ രചിച്ച ഒരേ ഒരു ആളേ ഉള്ളൂ, അത് യൂസഫ് അലി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ലോകത്തിലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി ചിമ്പയിൽ അഹമ്മദ് സാഹിബിൻ്റെയും നജ്മക്കുട്ടുമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ ഇവിടെ രാജേന്ദ്ര മാഷ് പറഞ്ഞോണം അദ്ദേഹത്തിന് മാപ്പിളപ്പാട്ടിലും അതുപോലെ തന്നെ അക്ഷരശ്ലോകത്തിൽ, അത് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം, അദ്ദേഹം ജനിച്ചു വളർന്ന മുസ്ലിം കുടുംബം, അവിടുത്തെ ആചാരങ്ങൾ മുഹമ്മദീയ ആചാരമായിട്ട് അദ്ദേഹം ജനിച്ചു വളർന്നപ്പോഴും അദ്ദേഹത്തിന് മറ്റു സമുദായത്തിലെ ആചാരക്രമങ്ങളോടുകൂടി ആചാരക്രമങ്ങൾ പഠിക്കുക മാത്രമല്ല, അത് കാവ്യരൂപത്തിൽ നമുക്ക് സമ്മാനിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹം മാപ്പിളപ്പാട്ടിലും അതുപോലെ തന്നെ അക്ഷരശ്ലോകത്തിലുള്ള ഗ്രാഹ്യം കൊണ്ട് അദ്ദേഹം ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദമെടുത്തതിന് ശേഷം, എനിക്ക് തോന്നുന്നു ഇക്കണോമിക്സിലായിരുന്നു ബിരുദം, അതിനുശേഷം LLB ബിരുദമെടുത്തു. ശേഷം നാരായണ പിഷാരണി മാസ്റ്ററുടെ കീഴിൽ സംസ്കൃത പഠനത്തിന് അദ്ദേഹം ചെല്ലുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതിലുള്ള അപഗ്രഥനം അടിയുറച്ച ഒരു സാമുദായിക ചിന്തയിലുപരി വ്യത്യസ്ത സമുദായങ്ങളുടെ ആചാരങ്ങളെ തൻ്റെ പാട്ടിൽ കൂടി കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ 14 രാവുദിച്ചു എന്നുള്ള പാട്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതുപോലെ വളരെ കൃഷ്ണഭക്തനായിരുന്നു അദ്ദേഹം. സർഗം എന്ന സിനിമയിലെ കൃഷ്ണഭക്തി തുളുമ്പുന്ന അദ്ദേഹത്തിൻ്റെ ആത്മബോധം, അതുപോലെയുള്ള, പക്ഷേ നമ്മുടെ മുൻകാല എഴുത്തുകാർക്ക് ഇല്ലാത്ത ഒരു ചാതുര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വ്യത്യസ്ത സമുദായങ്ങളുടെ ആചാരങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള, വ്യത്യസ്ത ഗൃഹാതുരത്തെ ചേർത്തുകൊണ്ടുള്ള പാട്ടുകൾ, കാവ്യങ്ങൾ അദ്ദേഹം രചിച്ചു. അതിൽ കൂടി വ്യത്യസ്ത വൃക്ഷങ്ങളുടെ തായ്വേരുകൾ അടിയിൽ സംഗമിക്കുന്നത് പോലെ വ്യത്യസ്ത സാമൂഹ്യ അന്തരീക്ഷം മലയാളക്കരയ്ക്ക് സമ്മാനിക്കുവാൻ യൂസഫ് അലി സാറിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം രാജേന്ദ്ര മാഷ് പറഞ്ഞിട്ടുള്ളതാണ് സംക്ഷിപ്ത രൂപത്തിൽ. ഞാൻ പിന്നെ അതിനെ ഔപചാരികമായ ഒരു പ്രബന്ധ അവതാരകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്.
1954 മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ബാലപംക്തിയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിത കൃതാർത്ഥം ഞാൻ എന്ന ആദ്യ കവിത അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നു. ആദ്യ ഗ്രന്ഥം ഞാൻ അറിഞ്ഞിട്ടുള്ള സൈനബ എന്ന ആദ്യ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായിരുന്നു സൈനബ. മാഷ് പറഞ്ഞോളം തന്നെ തൻ്റെ ഗാനഗുരുവായി എന്നും തൻ്റെ ഗാനമെഴുത്തിലെ എല്ലാവർക്കും ഉണ്ടാവുന്നൊരു ഗോഡ് ഫാദർ അത് കണ്ടത് ഭാസ്കര മാഷയാണ്. ഞാനും പറഞ്ഞിട്ടുള്ളത് രാമു കാര്യമായിട്ട് വഴിക്ക് 1963 മൂടുപടം എന്ന സിനിമ രാമു കാര്യമായിട്ട് സംവിധാനം നിർവഹിച്ച മൂടുപടം എന്ന സിനിമയിൽ കൂടി ഭാസ്കരൻ മാഷാണ് അദ്ദേഹത്തെ ഗാനരചനാ രംഗത്തേക്ക് കൈവച്ചു വരുന്നത്. ഒരിക്കൽ യൂസഫ് അലി കേച്ചേരി തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാള ഭാഷയുടെ പിതാവ് കുഞ്ചത്തെഴുത്തനാണെങ്കിൽ മലയാള ഗാനങ്ങളുടെ പിതാവ് ഭാസ്കരൻ മാഷാണെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1971 റിലീസായ മധു സംവിധാനം നിർവഹിച്ച സിന്ദൂരച്ചപ്പൻ്റെ നിർമ്മാണം, അതിൻ്റെ രചന, തിരക്കഥ, ഗാനരചന എല്ലാം യൂസഫ് അലി കേച്ചേരിയാണ്. ഇതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഒരേ സമയം ഗാനരചന മാത്രമല്ല നിർമ്മാതാവായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു. ആ സിനിമയുടെ ഇതിൻ്റെ സംവിധായകൻ മധുവാണ് നിർവഹിച്ചത്. 3 ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 1979 MTയുടെ തിരക്കഥയുമായി നിർവഹിച്ച നീലത്താമര സംവിധാനം ചെയ്തത് യൂസഫ് അലി കേച്ചേരി. അപ്പോൾ യൂസഫ് അലി കേച്ചേരി ഇവിടെ കാവ്യരംഗത്ത് അറിയപ്പെടാൻ ആഗ്രഹിച്ചുവെങ്കിലും ഗാനരംഗത്തും അതുപോലെ തന്നെ സിനിമാ രൂപീകരണത്തിൻ്റെ സമസ്ത മേഖലയിലും അദ്ദേഹത്തിന് കൈവെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം നൽകിയ ധാരാളം സിനിമകൾ തൂണ്ട, മരം, പരിമാടിക്കുട്ടൻ, സ്വർഗം, ധ്വനി, ദാദാ സാഹിബ്, പരിണയം, പിന്നിതാവ്, ശരപഞ്ച, പത്രത്തിലൊരു രാത്രി തുടങ്ങിയ ധാരാളം ചിത്രങ്ങൾ. ഇവിടെ ചില പേരുകൾ മാത്രമേ ഞാൻ പരാമർശിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൂജ നടത്തിയ ഗാനങ്ങളായിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ സംസ്കൃത ഗാനങ്ങൾ നാരായണപ്പിള്ളാരുടെ അടുത്ത് ചെന്ന് സംസ്കൃതം അഭ്യസിക്കുമ്പോഴും സംസ്കൃത ഭാഷയിൽ പാട്ടെഴുതുവാനുള്ള ഒരു അഭിവാഞ്ച അദ്ദേഹത്തിന് കിട്ടിയത് പരന്ന ആഴത്തിലുള്ള വായന തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാളിദാസ കൃതികളായ രഘുവംശവും കുമാരസംഭവവും ഋതുസംഹാരവും മേഘസന്ദേശവും മുഴുവൻ അദ്ദേഹം ആഴ്ന്നിറങ്ങി വായിച്ചു. അതുമാത്രമല്ല, അശ്വഘോഷൻ്റെ സൗന്ദര്യബന്ധം, ബുദ്ധചരിതം, എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ പരിഭാഷ, രാമായണ മൂലത്തിൻ്റെ പരിഭാഷ, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പോലെ രാമചരിതമാനസം, തുളസീദാസിൻ്റെ ഹിന്ദിയിലുള്ള രാമചരിതമാനസം നല്ല രീതിയിൽ വായിച്ചു തീർത്ത ആളാണ് യൂസഫ് അലി. അതുപോലെ തന്നെ വിശാഖദത്തിൻ്റെ ബുദ്ധരാക്ഷസം നാടകം, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവലോകനം നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കെല്ലാം സമ്മാനമായി കിട്ടിയ പാട്ടുകളാണ് അദ്ദേഹം എഴുതിയ എൻ്റെ ഒരു 4 സംസ്കൃത ഗാനങ്ങൾ. അതിലൊന്ന് പരിണയം എന്ന സിനിമയിൽ അദ്ദേഹം സാമര സഞ്ചാരി, അത് കാമ്പോജിയാകമാണെന്ന് തോന്നുന്നു എൻ്റെ വായിച്ചറിവ്. എനിക്ക് സംഗീതത്തെ കുറിച്ചൊന്നും അറിയില്ല, അല്ലെങ്കിൽ പാടാനോ ഒന്നും. ഗാനത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ മാത്രമേ എനിക്കുള്ളൂ. ചെറുപ്പം മുതലേ ആ പെറ്റ് റേഡിയോയിൽ ഗാനം കേൾക്കുന്നത് നമ്മളത് കേൾക്കുമ്പോൾ ആ ഗാനത്തെക്കുറിച്ച്, ഗാനരചയിതാക്കളെക്കുറിച്ച്, രാജേന്ദ്രൻ മാഷെക്കുറിച്ച് വരെ നമുക്ക് അറിയുവാനുള്ള അനുമാനം. ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്ന് 2 പാട്ടുകൾ എടുത്തു ഗാനമേളയ്ക്ക്. ഞങ്ങളുടെ ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമോണിയം സ്ഥാപനമൊക്കെ വാടകയ്ക്ക് എടുത്ത് അന്ന് പാടാനെന്ന് പറയുമ്പോൾ തട്ടിക്കൂടി ഗാനമേള. അതിന് ഏറ്റവും ആദ്യം ഞങ്ങൾ ചിത്രത്തോണിയിൽ അക്കരെ പോകാൻ എത്തിയിടാവോ പെണ്ണെന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അത് കോച്ചക്കാതറാണ് എഴുതിയത്. 2ാമത്തെ പാട്ട് എഴുതിയ രാജേന്ദ്രൻ മാഷ്ട പാട്ടാണ്, സുന്ദരീനെയും തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയും. ഞാൻ പാടിയുണ്ട്, പാടാൻ അറിഞ്ഞതല്ല. സാമരസഞ്ചാരി എന്നുള്ള ഗാനം നമ്മളെല്ലാം നമ്മുടെ ചിത്രത്തിലെ സംസ്കൃത ഗാനമാണെങ്കിലും അടുത്ത കാലത്താണ് ഞാൻ പോലും സംസ്കൃത മൂലത്തിൽ എഴുതിയ ഗാനം മനസ്സിലാക്കിയത്. സാമരസഞ്ചാരി സരസീയുഗമധുവാദിനി പ്രണമാ
ഹൃദയം സ്മരശരനിലയം പ്രണമ ഹൃദയം സ്മരശരനിലയം സാമജസഞ്ചാരിണി സരസീരുതമധുവാദിനി. ഞാൻ നല്ലോണം പാടിപ്പോയി മാത്രമല്ല, നമ്മുടെ സദസ്സില് ഈ പറഞ്ഞ പദാർത്ഥം മാത്രമായി അതിനൊരു ഇത്. അതുപോലെ ധ്വനി എന്ന ചിത്രത്തിലെ ജാനകി ജാനകി, അതിൻ്റെ പ്രാധാന്യ രാജേന്ദ്ര മാസ്റ്റർ പറഞ്ഞു. നൗഷാദ് അലി സംഗീതം പകർന്നാണ് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതം. നൗഷാദ് അലി സംഗീതം പകർന്നപ്പോൾ യൂസഫ് അലി സാറിന് വീണ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ സംഗീത താരം മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ച്, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പാട്ടുകളുടെ സാഹിത്യത്തെക്കുറിച്ച് വളരെ വിപുലമായ രീതിയിൽ നൗഷാദ് അലിയുമായുള്ള ഇടപെടൽ യൂസഫ് അലി ജയശ്ശേരിക്ക് സഹായകരമായി. ഹിന്ദുസ്ഥാനി സംഗീതത്തെ ധാരാളം പഠിക്കാൻ, ധാരാളം മനസ്സിലാക്കാൻ യൂസഫ് അലി സാറിനോട് കൂടി കഴിഞ്ഞു. അതിനു മുൻപ് ഗസലിനെ കുറിച്ച് ബാബുരാജ് മാസ്റ്ററുടെ ഗസൽ കൊണ്ടുവന്നാൽ എന്ന് ഓർമ്മിച്ചിരിക്കില്ല. അദ്ദേഹത്തിൽ നിന്നും ഗസലിൻ്റെ ബാലപാഠങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ നൗഷാദ് അലിയിൽ നിന്നും അദ്ദേഹത്തിന് കൃത്യമായി ഹിന്ദുസ്ഥാനി സാഹിത്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട്, അതുപോലെ സർഗത്തിലെ കൃഷ്ണകൃപാ സാഗരം എന്നുള്ള ഗാനം അത് ബോംബെ രവി ചിട്ടപ്പെടുത്തി യൂസഫ് അലി സാർ എഴുതിയതാണ്. അതും അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ചതാണ്. നാലാമത്തെ മഴയിലെ ഗേയം ഹരി നാമതേ അത് രവീന്ദ്രമാഷ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞാനതിൻ്റെ രാഗമൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ യൂസഫ് അലി നമ്മളിവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനപൂർവ്വം പറയുകയാണ്, സംസ്കൃത ഭാഷയിൽ അതിൻ്റെ മൂല പ്രകൃതിയിൽ പാട്ടെഴുതിയ ലോകത്തെ തന്നെ ആരാധനയായ ഒന്നാമത്തെ മനുഷ്യൻ യൂസഫ് അലിക്ക് എത്തിയത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മബോധത്തിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണഭക്തി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ തന്നെയാണ് സർഗമെന്ന സിനിമയിലെ കേദാരഗൗഡ രാഗത്തിലുള്ള ബോംബെ രവി തന്നെ ചിട്ടപ്പെടുത്തിയ. ബോംബെ രവിയും യൂസഫ് അലി സാറിനും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം ഉണ്ടായിരുന്നു സംഗീതത്തിൽ. അതിനാണ് ആന്തോളനം ദോളനം മധുരിപ്പു ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ചുണർത്തും ആനന്ദോളനം. എത്ര രസമല്ലേ നമുക്കത് എന്നും നമ്മൾ പാടിപ്പോകുന്ന. ഞാൻ പറയുകയാണെങ്കിൽ ഈ മധ്യകാലഘട്ടത്തിന്, നമ്മുടെയൊക്കെ പഠനകാലത്തിന് ശേഷം ഒരു 90 കാലഘട്ടത്തിലൊക്കെ ഏത് സ്റ്റേജ് പ്രോഗ്രാമിലായാലും ഏത് വേദിയിലായാലും ഈ പാട്ട് പാടുമ്പോൾ മെലോഡി കളിച്ചു നടന്നത് നമുക്ക് എല്ലാം വരും. ഞാനിവിടെ ഓരോന്ന് സൂചിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ നിൽക്കുന്ന പാട്ടുകൾ ഈ വേദിയിൽ മനസ്സിൽ നിന്ന് തുളുമ്പി പുറത്തേക്ക് വരിക. അതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുന്നതാണ് നമുക്ക് ബോറടിക്കുന്നത്. അതുപോലെ തന്നെ എന്നും പൗരാണിക സാഹിത്യം വളരെയധികം സ്നേഹിച്ച ഒരാളായിരുന്നു യൂസഫ്. രാജേന്ദ്ര മാഷ് പറഞ്ഞോളം പരിണയം സിനിമയിലെ മനയിലെ കഥകൾ, വടക്കിനി തെക്കിനി പരിണയത്തിലെ കഥ, പാർവണയം തൂങ്ങി എന്നുള്ള ആ തിരുവാതിരക്കളി, അതെല്ലാം അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്നത് ഒരു വരേണ്യ വർഗത്തിലാണോ അല്ലെങ്കിൽ വരേണ്യ കുടുംബത്തിലാണോ എന്ന് വരെ നമുക്ക് സംശയം വരാം. കാരണം വ്യത്യസ്ത ആചാരങ്ങളുള്ള ഒരു സമുദായത്തിൽ, അവിടുത്തെ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഇവിടുത്തെ ചിട്ടകൾ അവഗാഹമായി പഠിക്കുവാനുള്ള ഒരുപാട് അദ്ദേഹം കാണിച്ചു. അതിൻ്റെ പ്രതിഫലനം കൂടിയായിരുന്നു അതിൻ്റെ പാട്ടുകളെല്ലാം. അതുപോലെ പൗരാണികത്വത്തിൽ അല്ലെങ്കിൽ സാമുദായിക സൗഹാർദ്ദത്തിൽ മാനവിക മൂല്യങ്ങളുടെ ഉറച്ചു നിന്നുകൊണ്ടുള്ള പാട്ടുകൾ തയ്യാറാക്കിയപ്പോൾ അദ്ദേഹം എപ്പോഴും വയലാറിനെയും വൈലി സാറിനെയും ഈ ഭാസ്കരൻ മാഷയെയും പോലെ പ്രണയവും വിരഹവും പൂക്കളും മലകളും പുഴകളുമെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത തൻ്റെ ഗാനത്തിൽ അദ്ദേഹം ഒഴിച്ചുകൂടാനാവാത്ത വസ്തുക്കളായിട്ട് അതിനെ ചേർത്തു. അവരുടെയൊക്കെ പോലെ തന്നെ യൂസഫ് അലി സാറും ആ വിരഹവും പ്രേമവും എന്തിനു പറയുന്നു നക്ഷത്ര ലോകം മുഴുവൻ, ഈ സൗരയൂഥ പദം മുഴുവൻ പാട്ടിൽ കൂടി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നാണ് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. 78 റിലീസായ പത്രത്തിൽ ഒരു രാത്രി, അതിലെ ദേവരാജ മാഷും യൂസഫ് അലി സാറെ എഴുതി ദേവരാജ മാഷ് ചിട്ടപ്പെടുത്തിയ പാട്ട്, അതിൽ പ്രണയവും വിരഹവും അമ്പലവും എന്താ പറയുക സൗരയൂഥ പദവും എല്ലാം ഉണ്ട്. അതിൻ്റെ അനുബന്ധം ഞാൻ പറയാം. പ്രദക്ഷിണ വഴിയിൽ തനിയെ നടന്നപ്പോൾ
നിന്മനം വലം വെച്ചതാരേ അമ്പലനടയിൽ നീ കൈകൂപ്പി നിന്നപ്പോൾ അകതാരിലോ നിൽച്ചതാരേ പ്രഭാതശീലേനി തൊഴുതു മടങ്ങുമ്പോൾ പ്രസാദം ഇത് ചരണാണ്. അതിന്റെ പല്ലവിയിൽ പറയുന്ന സദനയൂതപുറം പറയുന്നത് എനിക്ക് വഴി കിട്ടല്ലേ. താരക നിർമാല്യം മാറ്റുന്ന തെളിവാനം തങ്കത്തിൻ കതിർമാല ചൂടി നീല നികുഞ്ചത്തിൽ ഹരിത നികുഞ്ചത്തിൻ കുയിലുകൾ മധുരമായി ഹരിനാമ കീർത്തനം പാടി. അപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് അപ്പോ അമ്പലത്തിൽ നിന്ന് പ്രണയത്തിലേക്ക്, കൗമാരപ്രായത്തിലെ പ്രണയസങ്കല്പങ്ങളിലേക്ക്, അവിടെ നിന്ന് നക്ഷത്ര സൗരയൂഥപദത്തിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പോലെ ഇവിടെ ഒരു പരിപൂർണനായിരുന്നു യൂസഫ് അലി കേച്ചേരി. രാജേന്ദ്രൻ മാഷ് പറഞ്ഞു, തുടക്കത്തിലെ പറഞ്ഞപ്പോഴേക്കും അവസാനം വന്നപ്പോ എല്ലാം നിറഞ്ഞൊരു മനുഷ്യനായി മാറി യൂസഫ് അലി കേച്ചേരി. അതെ. അതുപോലെ തന്നെ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോപിച്ചു മണ്ണിൽ വീണുടയുന്ന തേൻകുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു, കണ്ണുനീരെന്നും വിളിച്ചു. പാട്ട് കേൾക്കുമ്പോൾ ഇതല്ലേ, ഇതൊക്കെ നമ്മുടെ പരിണത പ്രജ്ഞനും ക്ഷേത്രനടയിൽ വെച്ചുള്ള പ്രണയവും എല്ലാം നമ്മുടെയാക്കി മാറ്റുന്ന ഒരു രംഗമാണ്. ഞാൻ പാട്ടുകാരനല്ല നേരെ ഇപ്പൊ ഷർലേച്ചയ്ക്ക് എൻ്റെ എളുപ്പക്കാണ് എനിക്കറിയാം. എങ്കിലും നമ്മള് രാജേന്ദ്രൻ മാഷ് പറഞ്ഞ പാടി പോവാണ്. കാരണം 14 രാവുദിച്ച് ആ പാട്ട് എൻ്റെ ഹൃദയത്തിലുണ്ട്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ കമ്പലത്തിലൊക്കെ പഠിക്കുമ്പോൾ മഞ്ജു ദിയത്തിൻ്റെ മഞ്ജു മൂവി അവിടെ ഏറ്റവും ആദ്യം ഒരു ക്രിസ്ത്യൻ ഓണർഷിപ്പാണ് സത്യം. ഈശോ മറിയം അത് വേറെ മറ്റിഷ്ടപ്പെടുത്തിയിട്ടുള്ളതാണ് സുശീലമ്മ പാടിയിട്ടുള്ളത്. ഈ അപേക്ഷ കൈക്കൊള്ളണം പ്രാർത്ഥന. ഈ പാട്ട് കഴിഞ്ഞ് പിന്നെ വയ്ക്കുന്ന ഫിർസാണ്ട് സത്യമായി ദൂരെ ചന്ത പിരിയും ബന്ധുവേ എന്നുള്ളത്. അത് കഴിഞ്ഞവരെ മൂന്നാമത് സാറിന്റെ പാട്ട 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. ഇത്തരം യൂസഫ് അലി സാറിന് നോക്കുമ്പോൾ ഇനിയുണ്ട്. പുഴയെ കുറിച്ച് കല്ലായി പുഴയൊരു മണി കടലിന്റെ പുന്നാര മണവാട്ടി 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട പെൺകുട്ടി. ഇത് മരം എന്ന ചിത്രത്തിലെ 2 പാട്ടും മരം എന്ന ചിത്രത്തില്. അപ്പോ അതുപോലെ പ്രണയവും വിരഹവും പൂക്കളും മലകളും എല്ലാം യൂസഫ് അലി സാറിന്റെ ചിന്തയിലും കാവ്യരചനയിലും ഗാനരചനയിലും എല്ലാം കയറി വന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഗാനത്തിൽ മാത്രം അടിയുറച്ചു നിന്നില്ല. തൻ്റെ കാവ്യരചനയിലും കൂടി ഞാനത് കൂടുതൽ അനിൽകുമാറോട് പറയും കവിതകൾ. നാദബ്രഹ്മം, കേച്ചേരിപ്പുഴ, ആലില, പേരറിയാത്തൊരു നൊമ്പരം, 5 കന്യകകൾ, 1000 നാവുള്ള മൗനം തുടങ്ങിയ മഹത്തായ കൃതികൾ അദ്ദേഹം രചിച്ചു. പിന്നെ നമുക്കെല്ലാം ഒരടയാളമുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാജേന്ദ്രൻ മാഷെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പലരോടും പരിചയപ്പെടുത്തിയിട്ടുള്ളത് രാജേന്ദ്രൻ മാഷർക്ക്. രാജേന്ദ്രൻ മാഷയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ആദ്യം ഫോണിൽ പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഒരു രീതിയിൽ കമ്പനി വെച്ചുള്ള പരിചയപ്പെട്ടു. മറ്റേ ആ പാട്ട് ഏതാ പറയാ, നമ്മളെ ശാലിനിയുടെ കൂട്ടുകാരി ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു പ്രണയപ്രവാഹമായി വന്നു അതികൂട സുസ്ഥിര പ്രമോദബിന്ദുവായി തീർന്നു അല്ലെ. അപ്പൊ മാഷിയാണ് ഓർക്കണം. ഈ ലോകത്ത് മുഴുവൻ മാഷ് നിറഞ്ഞു നിൽക്കുകയാണ്. വയലാറിനെ കുറിച്ച് വരുമ്പോ ഈ വർണ്ണസുരഭിയ
ഭൂമിയിലല്ലാതെ ഹൃദയങ്ങൾ ഉണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതങ്ങളുണ്ടോ, വസുന്ധരേ വസുന്ധരേ. അത്രേ പറ്റുള്ളൂ. ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ട്. അതുപോലെ ഭാസ്കരൻ മാഷെ കുറിച്ച് പറയുകയാണെങ്കിലും മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോ. ONV സാറ് പേരറിയാത്തൊരു ഒരു വട്ടം പൂക്കാലം വഴി അതിലൊക്കെ ഉപരി എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. എന്തിനീ ചിരങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയൻ എന്നരികിൽ വരികയാണ്. അതിലെ അനുപല്ലവിയില് നമ്മൾ വ്യതിചരിച്ചു പോട്ടെ, സബ്ജക്റ്റ് വ്യതിചരിച്ചു പോകാം, എങ്കിലും പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകണം. അതില് ഇല്ലേ എന്താ പറയുക, ഇത് പറയും, എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയൻ എന്നരികിൽ വരില്ല എങ്കിൽ വാസന്ത പുഷ്പങ്ങൾ പണ്ടുകൾ മയങ്ങുമ്പോൾ വാസന സ്വപ്നമൊന്നിൽ മുഴുകിപ്പോയി ഞാൻ. വാസന തൈലം പൂശി വാർമുടി പൊതി വെക്കാൻ വാരിട്ടു തന്നെഴുതാൻ മറന്നുപോയി. പറയാ പ്രണയകാലം അതിനധിഷ്ഠിതമായ കാലമല്ല അത് പറഞ്ഞത്. അത് ഇത്തരം ഓരോരുത്തരെ കുറിച്ച് പാടുമ്പോഴും പറയുമ്പോഴും അവരുടെ ഗാനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊരു അടയാളമുണ്ട്. ചെറുപ്പം മുതൽ റേഡിയോ പാട്ട് കേട്ട് നമ്മൾ വളർന്നപ്പോൾ അന്നൊക്കെ ഞാനൊക്കെ ഒരു 4-5 വയസ്സിൽ എൻ്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടനായാലും ജയേട്ടനായാലും ജാനകിയമ്മയ്ക്കായാലും റേഡിയോയുടെ ഉള്ളിൽ, ആ പെട്ടിയുടെ ഉള്ളിൽ അത് കടന്നിരിക്കുകയാണ്. നമ്മളൊക്കെ കരുതിയിരുന്നത് നമുക്ക് അതിനുള്ള കാര്യമുള്ളൂ. അപ്പം അത്തരത്തിൽ നിന്ന് മാറി, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഇവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യത ഇല്ല. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആധികാരിക സംഗീതക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ പാണ്ഡിത്യമായ ഒരു അവകാശമില്ല. എങ്കിൽ തന്നെ എൻ്റെ പ്രായോഗികമായ പരിജ്ഞാനം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ യൂസുഫ് സാറിനെ ആദരിക്കുന്നു, എന്താ പറയുക, ആരാധിക്കുന്നു, വൈതാറിനെ, ONV സാറിനെ, ഭാസ്കരൻ മാഷെ, ദേവരാജൻ മാഷെ, എല്ലാവരോടുള്ള സ്നേഹം, പാട്ടിനോടുള്ള അതിയായ സ്നേഹം എല്ലാം കൂടിയാണ് നമ്മുടെ പരിചയവും നിരീക്ഷണം വെച്ച് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സംസ്കൃതത്തിലും മലയാളത്തിലും ഒരു പുതിയൊരു പദവി അലങ്കരിച്ചാണ് യൂസഫ് അലി കേസ്. അദ്ദേഹം ഒരു പക്ഷേ ഞാൻ പറയുക 2ാം ഭാസ്കരൻ മാഷ്, അങ്ങനെ പറയാം. 2ാം ഭാസ്കരൻ മാഷാണ്, 2ാം പി ഭാസ്കരൻ തന്നെയാണ് നമ്മുടെ യൂസഫ് അലി കേസ്. അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്ത, എന്താ പറയുക, അടി കാണാവുന്ന പെരുമയോടെ, അകം നിറയുന്ന പെരുമയോടെ അദ്ദേഹം നമുക്ക് മുമ്പിൽ വാരി വിതറിയ അക്ഷരക്കൂട്ടങ്ങളെ നമ്മൾ ആദരപൂർവ്വം ഓർക്കുന്നു. പ്രശസ്ത ഗാനരചയിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരം അർപ്പിക്കുന്നു. അതിലുപരി ഇത്രയും നേരം എന്നെ സഹിച്ചതിന് നിങ്ങളോട് കടപ്പാട് അറിയിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.